ഹലോ, ഇന്ന് നമ്മൾ ചോളത്തിൻ്റെ പുറത്തുള്ള ഒരു പീല് ആ ഒരു തൊലി യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. ആദ്യം തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി അത് വേണം. അത് ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി കമ്പി അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചെറിയ ചെറിയ കമ്പുകളോ അല്ലെങ്കിൽ ചെറിയ ബാർബിക്യൂ സ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അത് ഈർക്കിലി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ കമ്പിയാണ് എടുക്കുന്നത്. പിന്നെ ബീഡ്സ് വേണം. ബീഡ്സ് ഇപ്പം ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത്രയും വലുപ്പമെങ്കിലും വേണം. ഒത്തിരി വലുതായാലും കുഴപ്പമില്ല, അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഓരോ ടൈപ്പിന് ഓരോ ഭംഗിയായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. കളറും ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ഗ്രീൻ ടേപ്പ്, നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പ്. പിന്നെ നൂല് ഇഷ്ടമുള്ള കളർ ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ടങ്കീസ് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, അത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ മാസ്കിംഗ് ടേപ്പ് വേണം. പിന്നെ നമുക്ക് കുറച്ച് അക്രിലിക് പെയിൻറ്റ് വേണം. പിന്നെ നമുക്ക് കത്രിക, ഗ്ലൂ ഗണ്ണ് ഇതൊക്കെ ആവശ്യമാണ്. ആദ്യം തന്നെ ഞാൻ ടങ്കീസ് എടുത്തിട്ടുണ്ട്. ഈ ടങ്കീസ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടി നീളമായാലും കുഴപ്പമില്ല. ഈ ഒരു നീളമാണ് ഭംഗി ഉണ്ടാവാൻ തോന്നുന്നു. അപ്പോൾ ആ ഒരു നീളത്തിൽ ഞാനൊരു 4-5 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ബീഡ്സും എടുക്കണം. ഇനി ഗ്ലൂ ഗണ്ണിൽ ചെറിയ ഒരു ഡ്രോപ്പ് ഈ ടങ്കീസിൻ്റെ തുമ്പത്തായിട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് ആ ഗ്ലൂ ഗണ്ണിൻ്റെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതവിടെ ഒട്ടിയിരുന്നോളും. ഇതുപോലെ തന്നെ നമുക്ക് 2-3 ബീഡ്സൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അകലം ഇട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു ഫ്ലവറിൽ അടുപ്പിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ വേറെ 2-3 ടൈപ്പ് ബീഡ്സൊക്കെ ഇട്ടിട്ട് വേറെ ടൈപ്പ്, ഒരെണ്ണം വേറെ ടൈപ്പ്, അടുത്തത് വേറെ ടൈപ്പ്, അങ്ങനെ ബീഡ്സ് തന്നെ പലതരത്തിലിട്ടിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഈ ഫ്ലവറിനല്ല, നമുക്ക് പല ഫ്ലവേഴ്സ് നമുക്ക് ഈ പോളൻ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ പൂ ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ വെക്കാനൊരു സാധനം മേടിക്കാറുണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോളൻ നടുക്ക് വയ്ക്കാനുള്ള ആ ഒരു ടങ്കീസിൻ്റെ സാധനം നമുക്ക് ഈ കമ്പി വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അത് നമുക്ക് തിരിച്ച് നമുക്ക് വേണ്ട സൈഡിലേക്കൊക്കെ ആയിട്ട് ഈ ടങ്കീസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഈ കോണിൻ്റെ പീൽസാണ് കേട്ടോ. അതിങ്ങനെ ഒരു പെറ്റൽസ് പോലെ പിടിക്കണം. എന്നിട്ട് ഈ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ആദ്യം ഒരു പെറ്റൽ വെക്കുക, അതൊന്ന് നന്നായി വിടർത്തി ഈ ത്രെഡ് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. എവിടെയും കെട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടി കൊടുക്കുക. ഒരു പെറ്റൽ വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് വയ്ക്കാം. ഇപ്പം ഞാനൊരു 5-6 പെറ്റലൊക്കെയാണ് ഓരോ ഫ്ലവറിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ടിലായിരിക്കും ഭംഗി ഉണ്ടാവുക. അതിൽ കൂടുതൽ ഇപ്പം ഇനി 2 ലെയേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ലെയറാണ് വെക്കുന്നുള്ളൂ. 2 ലെയറൊക്കെ ഭംഗി ഉണ്ടാവും. ആദ്യത്തെ ഒരു ലെയർ ഒന്ന് ഷോർട്ടാക്കി വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ നല്ല ലോങ് ആക്കി വെച്ച ഒരു ഡാലിയ പൂവിൻ്റെ ലുക്കിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 5 പെറ്റൽസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൂടുതലായിട്ട് നിൽക്കണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കുറച്ചധികം അവിടെ വെച്ചതിന് ശേഷം കൂടി ഈ ത്രെഡ് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നല്ല ഒതുങ്ങി അവിടെ ഇരുന്നോളും. കെട്ടി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് എടുക്കുക. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അടിവരെ നമ്മൾ ഈ ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ ഫ്ലവറിന് കൊടുക്കുക. അപ്പം ഞാൻ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്യണില്ല, മുഴുവനായിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് റോ ആയിട്ട് കളറില്ലാതെ തന്നെ വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ചെയ്തതിൽ ഒരു ഫ്ലവർ ഒന്നും ചെയ്യാതെ വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലവർ കളർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കളർ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. എനിക്ക് റോ ആയിട്ട് വെച്ചതാണ് കേട്ടോ ഇഷ്ടമായത്, കളറില്ലാതെ വെച്ചതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇനി നമുക്ക് ലീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീലെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഫ്ലവർ കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്കത് വളച്ചു കൊടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ ആ ഒരു ഷേപ്പിലിരിക്കും. കമ്പി നീട്ടി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിന് വെക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് രണ്ടും കൂടിയിട്ട് നന്നായി സെക്യൂർ ചെയ്ത് കെട്ടിക്കൊടുക്കാം. നന്നായി സ്റ്റിക്ക് ചെയ്ത് അടിവരെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ കൂടെ അറ്റാച്ച് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ 2 ഫ്ലവർ ഒരു ലീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി നല്ല നീളത്തിൽ ഇരിക്കും. നമ്മൾ നീളത്തിലുള്ള ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു നീളത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കണക്ട് ചെയ്തിട്ട് ഇത് ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഈ ഒരു കമ്പിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി നന്നായി അത് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു നീട്ടമുള്ളൊരു കമ്പിൽ കുറച്ച് ഫ്ലവേഴ്സായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ട്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്ത് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ കൂടെ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം. അപ്പം ഞാനത് പേരും ഫോട്ടോയൊക്കെ വെച്ചിട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ഫോട്ടോയും എനിക്ക് അയച്ചു തരിക. അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID എൻ്റെ ചാനലിലെ എബൌട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അയച്ചു തരിക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.